വാർഡ് അഥവാ ഈ 13-ാം വാർഡ് ഉൾക്കൊള്ളുന്ന കൊടിയത്തൂർ പഞ്ചായത്ത് എങ്ങനെയായിരിക്കണം, എന്താണ് നിങ്ങളുടെ ഭാവന, എന്തൊക്കെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്ന പദ്ധതികൾ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള സാധാരണ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്ന ആ അന്വേഷണമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, നിങ്ങൾ 3 പേരും 5 പേരും 5 ആദർശങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ അബ്ദുള്ളക്കടക്കം ഒരു ആദർശമുണ്ടാകും. ആ ആദർശത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ജനപ്രതിനിധികളായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വർത്തമാനകാലത്ത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? അത് ഇന്ത്യയെ സംബന്ധിച്ച് പറയാം, കേരളത്തെ സംബന്ധിച്ച് പറയാം, കൊടിയത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാം, ഈ വാർഡിനെ സംബന്ധിച്ച് പറയാം. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ അന്വേഷണം. നാലാമത്തെ അന്വേഷണം, നിങ്ങളിൽ ഒരാളാണ് ജയിക്കുക, 4 ആൾ തോറ്റുപോകും. 4 ആൾ തോറ്റുപോകും, യാതൊരു സംശയവുമില്ല. തോറ്റു കഴിഞ്ഞാൽ അത് എക്ക് തോൽക്കാം, ബിക്ക് തോൽക്കാം, സിക്ക് തോൽക്കാം, ഡിക്ക് തോൽക്കാം, എല്ലാവർക്കും തോൽക്കാം. 5 ആളിൽ 4 ആൾ തോൽക്കും. തോറ്റു കഴിഞ്ഞാൽ, പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണം. അപ്പോൾ ഈ 4 അന്വേഷണത്തിൽ നിന്നുകൊണ്ടാണ് 10 മിനിറ്റ് സമയത്തിൽ ഓരോരുത്തരും സംസാരിക്കേണ്ടത്. നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ വിഭവ സമാഹരണം എങ്ങനെയായിരിക്കും? നമ്മുടെ 13-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായിട്ട് ഇവിടെ വാർഡ് മെമ്പർ ഇല്ല. അത് വലുതായിക്കോട്ടെ കഴിഞ്ഞ 2010 UDF-ന്റെ പ്രതിനിധിയായിരുന്നു. അതേപോലെ 2015 കാലഘട്ടത്തിൽ LDF-ന്റെ പ്രതിനിധിയായിരുന്നു. 13-ാം വാർഡിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ട് 13-ാം വാർഡിൽ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ വാർഡിൽ പ്രധാന ഉപജീവന മാർഗമായിരുന്ന ഒരു മണൽ തൊഴിലിവിടെ ഉണ്ടായിരുന്നു. 7 വർഷമായിട്ട് മണൽ തൊഴിലിവിടെ ഇല്ലാതെ ജനങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പെരുവയിലായ ഒരവസ്ഥയാണ്. അതിന് ആദ്യം തൊഴിലുണ്ടാക്കിയെടുക്കണം. കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയും സ്വയം തൊഴിൽ പദ്ധതിയിലൂടെയും നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കും വയോജനർക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ കുടിവെള്ളം വിഭവം എന്ന് വെച്ചാൽ കുടിവെള്ളമാണ്. പുതുക്കുടി കുന്നത്ത് ഇത്തരം മേഖലകളിൽ കുടിവെള്ള പ്രശ്നം വളരെ ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. താഴെ പ്രദേശങ്ങൾക്ക് ഒരു സെന്റ് ഭൂമി ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മലയോര മേഖലയായ പുതുക്കുടിക്കുന്ന് ലക്ഷംവീട് മേഖലയിൽ ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ഞാൻ ചെയ്യും. അതേപോലെ
നിങ്ങളുടെ ഭാവനയിലെ 13-ാം വാർഡ് പഞ്ചായത്ത് എങ്ങനെയായിരിക്കും? നമ്മുടെ 13-ാം വാർഡിൽ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിൽ കലാ കായിക രംഗത്ത് വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു ഗ്രൗണ്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഒരാഗ്രഹമാണ്. അതേപോലെ ചുള്ളിക്കാപ്പറമ്പ് ടൗൺ, നമ്മുടെ 13-ാം വാർഡ് ഉൾപ്പെടുന്ന ചുള്ളിക്കാപ്പറമ്പ് ടൗണ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുറത്തുനിന്നുള്ള ആളുകൾ വ്യത്യസ്തമായ ബിസിനസ്സുകളും കച്ചവടങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മുടെ ചുള്ളിക്കാപ്പറമ്പിൽ നിരന്തരമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലേക്ക് നമ്മുടെ നിലമ്പൂർ അരീക്കോട് മേഖലയിൽ നിന്ന് പ്രധാന ഷോട്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ ചുള്ളിക്കാപ്പറമ്പിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ചുകൊണ്ട് ചുള്ളിക്കാപ്പറമ്പിനെ ഒരു സഞ്ചാര യോഗ്യമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്നും ആളുകൾ വരുന്ന ചുള്ളിക്കാപ്പറമ്പിൽ ഒരു ശൗചാലയം നിർമ്മിക്കേണ്ടതുണ്ട്. ചുള്ളിക്കാപ്പറമ്പില് ഇത്രയും കാലമായിട്ട് നമ്മുടെ യാത്രക്കാർക്ക്, സ്ത്രീകളും കുട്ടികൾക്കും ഒന്ന് വിശ്രമിച്ച് ഒന്ന് ബസ് കാത്തിരിക്കാൻ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇത്രയും കാലം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ചുള്ളിക്കാപ്പറമ്പിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഇറച്ചി മത്സ്യ ഒരു മാർക്കറ്റ് തന്നെ അവിടെ നിർമ്മിക്കാൻ ഞാൻ പരിശ്രമിക്കും. ചുള്ളിക്കാപ്പറമ്പിൽ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് രോഗികളുണ്ട്. പ്രഷർ, ഷുഗർ, മാരകമായ കിഡ്നി അസുഖം, പല രീതിയിലുള്ള രോഗികളുണ്ട്. രാവിലെ ഇപ്പോൾ നിങ്ങൾ ഒരു 5 മണിക്ക് നമ്മുടെ റോഡിലേക്കൊന്ന് ഇറങ്ങിയാൽ കുട്ടികളും പ്രായമായ ആളുകളും സ്ത്രീകളും നിരന്തരമായിട്ട് നടത്തത്തിലാണ്. അവർക്ക് ഒരു സ്വസ്ഥമായിട്ട് ധൈര്യമായിട്ട് ഒരു മോർണിംഗ് വാക്കിങ്ങിന് ഒരു സൗകര്യമില്ലാത്തൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവഴിക്കടവ് മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെ, അല്ലെങ്കിൽ ചുള്ളിക്കാപ്പറമ്പ് മുതൽ തെനേങ്ങാപ്പറമ്പ് വരെയുള്ള ആ സ്ഥലങ്ങളിൽ ഒരു ഫുട്പാത്ത് വരേണ്ടതുണ്ട്. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും അത് നടപ്പിലാക്കും. അതുപോലെ ഒരുപാട് വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, കുടിവെള്ളമില്ലാത്ത ആളുകളുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടായ ആളുകളുണ്ട്. ഈ ആളുകൾക്കൊക്കെ അവർക്ക് അർഹമായ ആളുകൾക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഞാൻ ഇടപെടും. വർത്തമാന കാലത്ത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടുകളാണ് മൂന്നാമത്തെ ചോദ്യം. ഞാൻ ഒരു ജനകീയ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ ജനങ്ങളുടെ എന്ത് വിഷയത്തിലും ജനങ്ങളെ എന്താണോ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ എന്താണോ ചോദിക്കുന്നത്, അതിനു വേണ്ട പരിഹാരത്തിന് ഏതറ്റം വരെ പോകാൻ കഴിയോ ഞാൻ പോകും. നാലാമത്തെ ചോദ്യം, നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ എങ്ങനെ എന്തെല്ലാം? ഞാൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയില്ല. ഞാൻ മത്സരിക്കുന്നത്
ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ്. 10 വർഷമായിട്ട് LDFനും UDFനും 13-ാം വാർഡിലെ ജനങ്ങൾ അവസരം കൊടുത്തു. അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ ജനങ്ങൾ ആശങ്കയിലാണ്, നിരാശയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെടുകയോ വിജയിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അഥവാ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആരാണോ ഇവിടെ മത്സരിച്ചു വരുന്നത് ആ സ്ഥാനാർത്ഥിയെ നിരന്തരമായി സമീപിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ 13-ാം വാർഡിൽ തറമ്മൽ കടവിലെയും പുതിയോട്ടിൽ കടവിലെയും 150ഓളം വരുന്ന തൊഴിലാളികൾ ഇന്ന് വളരെ തൊഴിലില്ലാതെ വളരെ ബുദ്ധിമുട്ടിൽ അവരുടെ കുടുംബങ്ങളും കുട്ടികളും വളരെയധികം പ്രയാസത്തിലാണ്. കഴിഞ്ഞ 5 വർഷം ഇവിടെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് മണൽ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കുമെന്നാണ്. ഈ ജനങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത നിങ്ങൾക്ക് മണൽപ്പണി എന്നില്ല. ഇവിടെ കൊടിയത്തൂർ പഞ്ചായത്തിൽ 13-ാം വാർഡിലുള്ള മുഴുവൻ ജനങ്ങൾക്കും തൊഴിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടതുണ്ട്. വീട് നഷ്ടപ്പെട്ട ആളുകൾ, വീടില്ലാത്ത ആളുകളുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് വീടുകൾ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ആ ആളുകൾക്കൊക്കെ നഷ്ടപരിഹാരം എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് പ്രളയത്തിൽ ഒരുപാട് കിണറുകൾ ഇടിച്ചിട്ടുണ്ട്. ഇതുവരെ അതിനൊന്നും പരിഹാരം കണ്ടിട്ടില്ല. ഈ നാട്ടിൽ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ സമയം കഴിഞ്ഞെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒന്നാം കൗണ്ടറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി കൃത്യമായിട്ട് സമയം പാലിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഇതേ പ്രകാരം എല്ലാവരും സമയ കൃത്യത പാലിക്കേണ്ടതാണ്. നമ്പർ 2. ഈ പരിപാടിയിൽ എന്നോട് ചോദിച്ച ആദ്യ ചോദ്യം, നിങ്ങൾ ജയിച്ചാൽ വിവാഹ സമാഹരണം എങ്ങനെ നടത്തുമെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ഏതൊരു പഞ്ചായത്തിലും അതിൻ്റെതായ ഫണ്ടുകളുണ്ട്. മെയിനായിട്ട് നമ്മുടെ പഞ്ചായത്തിലായാലും ഏത് പഞ്ചായത്തിലായാലും 7 തരം ഫണ്ടുകളുണ്ട്. ഒന്ന് ഓൺ ഫണ്ട്, അതുപോലെ തന്നെ ധനകാര്യ 13-ാം ധനകാര്യ കമ്മീഷൻ ഫണ്ട്, റോഡ് ഫണ്ട്, നോൺ ഫണ്ട്, SC ഫണ്ട്, ST ഫണ്ട്. ഇങ്ങനെയുള്ള ഫണ്ടുകൾ അതിൻ്റെതായ സ്വഭാവത്തോടു കൂടി ചെലവഴിക്കേണ്ട രീതിയിൽ അതിൻ്റെ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിൽ ഞാൻ മുൻപന്തിയിലുണ്ട്. രണ്ടാമത്, നിങ്ങളുടെ ഭാവനയിലെ വാർഡ്, അതായത് പഞ്ചായത്ത് 13-ലെ വാർഡ് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, കൊടിയത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് തുടങ്ങുന്നത് ആഞ്ഞപ്പാടം മുതൽ ഇവിടെ ഈ തോട് വരെയാണ്. വളരെയധികം സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വാർഡാണ് 13-ാം വാർഡ്. കൃഷിക്കാരും അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്നവരും കുറച്ച് ഉദ്യോഗസ്ഥരും കൂടാതെ കൂലിപ്പണി ജീവിക്കുന്നവരും കുറച്ച് തൊഴിലില്ലാത്തവരും കൂടി ചേർന്നിട്ടുള്ള ഒരു മിശ്ര വാർഡാണ് നമ്മുടെ 13-ാം വാർഡ്. തീർച്ചയായിട്ടും 13-ാം വാർഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഒരു പെട്ടെന്നുള്ള തീരുമാനം നമുക്ക് ആർക്കും എടുക്കാൻ കഴിയില്ല. ആയതിനാൽ ഈ വാർഡിനെ ഞാൻ ഒരു ക്ലസ്റ്റർ ആയിട്ട് രൂപീകരിക്കും. 4 അല്ലെങ്കിൽ 3 ക്ലസ്റ്ററായി രൂപീകരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രസ്ഥാനം, അതായത് വാർഡ് കമ്മിറ്റിയിൽ വരുന്ന തീരുമാനങ്ങൾ ക്ലസ്റ്ററായിട്ട് ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ ക്ലസ്റ്ററിൽ നിന്നും വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട എല്ലാവിധ നടപടികളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഞാൻ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് അവർക്ക് മുൻപന്തി നൽകണം. കൂടാതെ നമുക്കറിയാം, 13-ാം വാർഡിന്റെ വികസനം പറയുകയാണെങ്കിൽ ഏകദേശം പ്രശ്നങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഏറ്റവും മുൻപന്തിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് വെള്ളം, കുടിവെള്ള പദ്ധതി.
ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ UDF-ന്റെ പഴയ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സ്ഥാപിച്ച പുറമണ്ണിൽ ജലസേചനം ഇന്ന് കൊടിയത്തൂർ പഞ്ചായത്തിലെ 13, 16, 14 വാർഡുകളിൽ ഏകദേശം ഏരിയകളിലെല്ലാം പൈപ്പ് ലൈൻ വലിച്ച് അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. 13-ാം വാർഡിൽ ഞാനിപ്പോൾ ഈ വാർഡ് സന്ദർശനം നടത്തിയ സമയത്ത് ചാലിൽ അതുപോലെ തന്നെ കൊടിഞ്ഞൂറം ഭാഗത്ത് മാത്രമേ ഇനി എൻ്റെ പൈപ്പ് ലൈൻ ബാക്കിയുള്ളൂ. ഭരണം കയ്യിലായിട്ടാലും ഇല്ലെങ്കിലും ഫണ്ട് ഏത് സ്വരൂപിച്ചിട്ടാണെങ്കിലും 100% കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ളം എത്തിക്കുന്ന വീട് എൻ്റെ 13-ാം വാർഡായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൃഷി, അതായിരുന്നു നമ്മുടെ ഈ 13-ാം വാർഡിന്റെ മെയിനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീൻ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം കടായിക്കല് പരമ്പരാഗത പരമ്പ് വ്യവസായം ഉണ്ടായിരുന്നു. ഇന്ന് നാമേശ്വരമായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോളിയോ റയൺസ്, അവിടെ നിന്നും റിട്ടയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മണൽ തൊഴിലാളികൾ, അതുപോലെ തന്നെ കൂപ്പിൽ പണിയെടുത്ത ഒരു തലമുറയ്ക്ക് വന്ന കുട്ടികളാണ് നമ്മളെല്ലാവരും. ഇതെല്ലാം ഇന്ന് നമുക്ക് മുന്നിലില്ല. ഇതിനെല്ലാം ബദലായിട്ട് അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായങ്ങൾ നൽകാൻ നമുക്ക് കഴിയുമെങ്കിൽ നേരത്തെ പറഞ്ഞ ക്ലസ്റ്റർ മുഖേന എന്തൊക്കെ അവർക്ക് നൽകാൻ കഴിയുന്നുള്ളത് നമുക്ക് തീരുമാനിച്ചിട്ട് ആ പ്രവർത്തനം ഞാൻ നടത്തുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ എല്ലാ വീടുകളിലുമുള്ള നല്ല കഴിവും നൈപുണ്യമുള്ള വീട്ടമ്മമാരും അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരും ഉണ്ട്. അവരുടെ കഴിവിന് പുറലോകം, അതായത് അവർക്കൊരു സ്വയം പര്യാപ്തത നൽകൽ നിർബന്ധമാണ്. നമുക്കറിയാം അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ നാട്ടില് കോവിഡ് പോലുള്ള മഹാമാരി, അതുപോലെ തന്നെ ഇതിനു മുമ്പ് വന്ന നിതാക്കത്ത്, പ്രളയം, ഇതൊക്കെ വന്ന സമയത്ത് നമുക്ക് മുന്നിൽ ചോദ്യചിഹ്നമായിരുന്നു ഗൾഫിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും ഇനി എന്ത്. ആ ചിന്തയ്ക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഒരു ടെൻഷനും ഇല്ലാതെ സ്വന്തം കാലത്ത് അതിൽ നിൽക്കുന്ന ഒരു സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ക്ലസ്റ്റർ രൂപീകരണത്തിലൂടെ വനിതകൾക്ക് വേണ്ട അവരുടെ തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് എന്താണോ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബേക്കറി നിർമ്മാണത്തിലുള്ളവരുണ്ട്, കുടിൽ വ്യവസായം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പോലുള്ള ഇവരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുകൊണ്ട് അവരുടെ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് അത് മാർക്കറ്റിംഗ് പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്കും ഒരു സ്വയം തൊഴിൽ നൽകുന്നതിലും അങ്ങനെയുള്ള നൂതന മാർഗങ്ങൾ സഹകരിക്കുന്നതിലും ഞാൻ ഒരു പ്രതിജ്ഞാപരമായി നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. കൂടാതെ നമ്മുടെ നാട്ടിലെ 13-ാം വാർഡ്, ഈ 13-ാം വാർഡിലെ ഞാനിപ്പോൾ മനസ്സിലാക്കിയത് SC കുടുംബങ്ങൾ 25 വീടാണ് SC കുടുംബങ്ങളായിട്ടുള്ളത്. ഈ 25 കുടുംബത്തിന് പോലും ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 100% SC കുടുംബങ്ങൾക്കും അവർക്ക് വേണ്ട വീട് നമുക്ക് കൊടുക്കാൻ കഴിയും. അത് SC ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും ഞാൻ അത് നിർവഹിക്കുന്നതായിരിക്കും. കൂടാതെ എൻ്റെ ദൃഷ്ടി പിടിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് റോഡ്. പൊതുവെ ഇപ്പോൾ ചുള്ളിക്കാപ്പറമ്പ് ഭാഗത്തായാലും മറ്റും റോഡ് സൗകര്യങ്ങളുണ്ട്. കൊടിഞ്ഞിപ്പുറം ഭാഗം അതുപോലെ തന്നെ വെസ്റ്റ് കൊടിയത്തൂരിനെ സംബന്ധിച്ചാണെങ്കിലും റോഡ് ഒരു പ്രശ്നമാണ്. നാം ജയിച്ചു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇടവഴിക്കടവ് ടു തെയ്യത്തക്കട വരെ ഒരു തീരദേശ പാത ഞങ്ങൾ സ്വപ്നം കാണുന്നു. നടക്കുകയാണെങ്കിൽ ഇടവഴിക്കടവ് നിന്നും പുതിയോട്ടിൽ കടവ് വരെ ഒരു സ്പാനും, പുതിയോട്ടിൽ കടവിൽ നിന്ന് ഇടവഴിക്കടവ് വരെ മറ്റ് രണ്ടാമത്തെ സ്പാനമായിട്ടുകൊണ്ടും അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. കൂടാതെ അതിനൂതന മാർഗം ഉപയോഗിച്ച് വയോജനർക്കും മറ്റും സഞ്ചരിക്കാനും മറ്റുമുള്ള വാക്കിംഗ് പാത്രം കൂടി അതിൽ സജ്ജമാക്കുന്നതിൽ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകും. പിന്നെ നമുക്കറിയാം കഴിഞ്ഞ UDF എൻ്റെ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള കല്ലന്തോട് പദ്ധതി, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനാണ് ആളുകൾ ഭരണമാറ്റം വരികയും അത് നാം പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല. കൃഷിക്കാരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പല വിധത്തിലുള്ള കൃഷിക്കാരുമുണ്ട്. ചില കൃഷിക്കാർക്ക് വെള്ളം അത്യാവശ്യമുള്ളവരുണ്ട്, ചിലർക്ക് വെള്ളം അധികമാകും. ഈ കല്ലന്തോട് പദ്ധതി നമുക്കറിയാം. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പേപ്പറിൽ കണ്ടു വെള്ളം അധികമായതുകൊണ്ട് നെൽകൃഷി നശിച്ചത്. അത് വെള്ളമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർക്കും ബാധിക്കും. എന്തായാലും ആ കല്ലന്തോട് പദ്ധതി വീണ്ടും ഒന്നുകൂടി പുനരുജ്ജീവിച്ചുകൊണ്ട് എടപ്പറ്റ കുട്ടക്കടവ് ഈ തോട്ടിൽ ഒരു നല്ല ഷട്ടർ സംവിധാനം നിലനിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ എടപ്പറ്റ കുട്ടക്കടവ് തോടിന്റെ ഇരുഭാഗവും കെട്ടി നല്ല രീതിയിലുള്ള ഒരു ടൂറിസം വികസനം സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു വികസനം കൂടി ഞാൻ
വർത്തമാനകാലത്ത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. കൊടിയത്തൂർ പഞ്ചായത്തിലെ 16 വാർഡിലും യുവനിരയെ നേതൃത്വം നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നേതൃത്വത്തിന്റെ നേതൃപാടകത്തിനുള്ള ഒരു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകും. അത് തികച്ചും അവർക്ക് നല്ലൊരു റിസൾട്ട് ഞങ്ങൾ നൽകും. അത് തീർച്ചയായിട്ടും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. കൂടാതെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ട, ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലും പൊതുപ്രവർത്തനത്തിലും ഞാൻ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ആ പൊതുപ്രവർത്തനം വീണ്ടും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യേണ്ടത് വീണ്ടും ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് എൻ്റെ 13ാം വാർഡും അതുപോലെ തന്നെ സമീപ വാർഡുകളിലും ഒരു സാമൂഹിക പ്രവർത്തകനായിട്ട് ഞാൻ ഉണ്ടാകും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സ്ഥാനാർത്ഥിക്ക് വന്നിട്ടുള്ള സൗകര്യത്തിൽ സംഘാടകർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നു. ഇനി ആർക്കും ആ സൗകര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്പർ 3. ഞാൻ ഈ 13ാം വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചാൽ വിഭവസമാഹരണം എങ്ങനെ നടപ്പിലാക്കുന്നതാണ്. ഞാൻ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കുന്നത് അടച്ചുറപ്പോടെ കിടക്കാൻ കുടുംബങ്ങൾക്ക് വീടുകൾ എന്നുള്ളതാണ്. അത് എൻ്റെ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടി NDA കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്വപ്നം തന്നെയാണ്. സ്വപ്ന പദ്ധതിയാണ് ഇന്ത്യ പ്രധാനമന്ത്രിയുടെ എല്ലാവർക്കും പാർപ്പിടം എന്നത്. ആവാസ യോജന വഴി എല്ലാവർക്കും പാർപ്പിടം ഞാൻ ഈ വാർഡിൽ എന്തായാലും നൽകും. അതുപോലെ തന്നെയാണ് ഈ വാർഡിൽ കുടിവെള്ള പ്രശ്നം. അത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് ജീൻ എന്ന് പറയുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തി ഞാൻ എല്ലാവർക്കും വെള്ളം നൽകുന്നതാണ്, കുടിവെള്ളം നൽകുന്നതാണ്. അതുപോലെ തന്നെയാണ് തൊഴിലില്ലായ്മ. അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഞാനൊരു അധ്വാനിക്കുന്ന തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരൻ, ആശാരിപ്പണിക്കാരൻ. ഏത് തൊഴിൽ തുടങ്ങാനും ഇന്നത്തെ സംവിധാനത്തിൽ വളരെ നല്ലൊരു ലോൺ കിട്ടുന്നുണ്ട്. മുദ്രാ ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലോണ് ആർക്ക് വേണമെങ്കിലും ഒരു നാഷണലിസ്റ്റ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഈടുമില്ലാതെ നമ്മൾ എന്ത് തൊഴിലാണോ ചെയ്യാൻ നമുക്ക് പ്രാപ്തിയുള്ളത് ആ തൊഴിലിനനുസരിച്ച് ബിസിനസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാഹനം ഓടിക്കുന്നവർക്കാണെങ്കിൽ ഒരു ടാക്സി, അല്ലെങ്കിൽ ഒരു മരപ്പണി എടുക്കുന്നവർക്കാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മിഷനറികൾ വാങ്ങിക്കാൻ, എന്ത് വാങ്ങിക്കാനും ഇന്ന് മുദ്രാ ലോൺ വഴി ലോൺ കിട്ടുന്നതാണ്. ആ തൊഴിലില്ലാത്തവർക്ക് അവർ പഠിച്ചിരിക്കുന്ന അവല്ലെങ്കിൽ അവർക്ക് പ്രാവീണ്യമുള്ള എന്ത് തൊഴിൽ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള പണം വേണോ ആ ലോണ് ഞാൻ മുഖാന്തരം വാങ്ങിക്കൊടുക്കുന്നതാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ തന്നെ നമ്മളിപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു വീട് നമ്മൾ പാസ്സാക്കി എടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പഞ്ചായത്തിലൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലതിലും ബന്ധപ്പെടുമ്പോൾ പറയും നിങ്ങളൊക്കെ വെസ്റ്റ് ലിസ്റ്റിലുണ്ട്. ആ വീടുകളൊക്കെ പൊതുവെ
വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അടച്ചു കിടക്കാൻ പോലും റൂമില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ മറ്റുള്ള സന്നദ്ധ സംഘടന ഇടപെടും. ഒന്നാമത് സേവാഭാരതി മാത്രമല്ല, പല പ്രമുഖ വ്യവസായികളും സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് വീടും കുടിവെള്ളം, കിണർ എല്ലാം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. രോഗികളെ ഏറ്റെടുക്കുന്നുണ്ട്. അത്തരം ആളുകളെ എനിക്കറിയാം. അത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ വാർഡിന്റെ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്നും ഞാൻ മുൻപന്തിയിലുണ്ടാവും. ഒന്നാമത് എനിക്കറിയാം, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. വെള്ളമില്ലാത്തവന്റെ ബുദ്ധിമുട്ട്. രാവിലെ ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയവൻ 5 മണിക്ക് ജോലിക്ക് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവന് കുളിക്കാൻ, അവന്റെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ വെള്ളമില്ലാത്തവന്റെ അവസ്ഥ മനസ്സിലാക്കിയവനാണ് ഞാൻ, അനുഭവിച്ചവനാണ് ഞാൻ. ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയാണ്. പിന്നെ രണ്ടാമത് എന്നോട് ചോദിച്ചത് നിങ്ങളുടെ ഭാവനയിലെ വാക്ക് 13 എങ്ങനെയായിരിക്കണം എന്നാണ്. എല്ലാവർക്കും വഴി വേണം. ഈ 13-ാം വാർഡിന്റെയൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് ചില ഇടവഴികളൊക്കെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലൊക്കെ താമസിക്കുന്ന വളരെ പ്രായം ചെന്നിട്ടുള്ള ആളുകൾക്ക് അവസ്ഥ നിലയിൽ താമസിക്കുകയാണ്. ഇവരെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, അവിടെ ആർക്കെങ്കിലും ഒരു കാലിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരാൾക്ക് എടുത്ത് താങ്ങി പോകാൻ പറ്റുന്ന ഒരു ഇടവഴി പോലുമില്ല പല വീടുകൾക്കും. എല്ലാവർക്കും റോഡ് വേണം. പിന്നെ എന്നോട് ചോദിച്ചത് വർത്തമാന കാലത്തുള്ള നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന്. എല്ലാവർക്കും തൊഴിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ പാർട്ടിയായ BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട്. എല്ലാവർക്കും തൊഴിൽ വേണം, എല്ലാവർക്കും തൊഴിൽ വേണം, എല്ലാവർക്കും കുടുംബം വേണം, എല്ലാവർക്കും വീടുകൾ വേണം, എല്ലാവർക്കും കുടിവെള്ളം വേണം. അത് റോട്ടിലല്ല കുടിവെള്ളം വേണ്ടത്, എല്ലാവരുടെയും വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ അടുക്കളയിൽ കുടിവെള്ളം എത്തണം. അതാണ് എന്റെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെ എന്തെല്ലാം എന്നാണ് എന്നോട് അടുത്ത് ചോദിച്ചത്. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പഞ്ചായത്തിനെ സമീപിക്കാം. എനിക്ക് ഒരു വാർഡ് മെമ്പർ എന്നുള്ള ഒരു അധികാരമുണ്ട്. ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ വാർഡ് മെമ്പറല്ല, എനിക്ക് പരിമിതികളുണ്ട്. ഈ 4 ആളിൽ ആര് ജയിച്ചു കഴിഞ്ഞാലും ഞാനല്ല, ഈ 4 വാർഡിൽ ഈ 4-ൽ ആരെ ജയിച്ചു കഴിഞ്ഞാലും ഞാൻ അവരോടൊപ്പം ചേർന്ന് ഈ വാർഡിന് വേണ്ടി പ്രവർത്തിക്കും. അത് മാത്രമല്ല, എനിക്ക് ചെയ്യാൻ കഴിയുന്നതല്ല, എനിക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്നതും എന്ത് സഹായങ്ങളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ ജയിച്ചാൽ നമ്മളെ കോഴിക്കോട് പഞ്ചായത്ത് 13-ാം വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് ആദ്യം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പത്രിക എല്ലാ വോട്ടർമാരെയും കയ്യിലെത്തിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ വർഷം കൊണ്ട് ഈ അബ്ദുള്ള 13-ാം വാർഡിൽ ജയിച്ചു കഴിഞ്ഞ് മെമ്പറായി കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഞാൻ വീടില്ലാത്തവൻ്റെ വീട് ആദ്യം തന്നെ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. അത് ഒരു സ്വമേധയാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് കണ്ടിട്ട് പറയുന്ന വിഷയമല്ല. ഞാൻ ആത്മാർത്ഥമായി കൊണ്ടു നടക്കുന്ന 6 വർഷത്തോളമായ എൻ്റെ ചെങ്കൽ കോരി ഓണേഴ്സിൻ്റെ സെക്രട്ടറി ആയിട്ടും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും ഞാൻ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം വിവിധ കോറികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അതിന് അർഹമായത് അർഹതപ്പെട്ടവന്റെ കയ്യിൽ വ്യക്തമായിട്ട് 1 വർഷത്തിനകം എത്തിച്ചിരിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട. പിന്നെ 200 കുടുംബത്തോളം ഈ പുഴയിൽ നിന്ന് നമ്മൾ വെള്ളമെടുത്തിട്ട് മാസത്തിൽ 250 മുതൽ മിനിമം 250 നമ്മൾ കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് 1 ലിറ്റർ വെള്ളം അധികം എടുത്താൽ 50 പൈസ സെപ്പറേറ്റും. അങ്ങനെ ഒരു സംവിധാനം ഈ ജനുവരിയിലാണ് നമ്മൾ വെള്ളം തുടക്കം കുറിക്കുന്നത് എല്ലാ വർഷവും. അത് കറണ്ട് ബില്ലിന്റെ പണം പോലും ജനങ്ങളിൽ നിന്ന് ഈടാക്കാതെ ആ വെള്ളം സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ രോഗികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 15 പൈസന്റെ പാരസിറ്റാമോൾ ഏത് ആശുപത്രിക്കാരും നമുക്ക് കിട്ടും. അതല്ല നമുക്ക് ആവശ്യം. കിടക്കുന്നവൻ എവിടാണ് കിടക്കുന്നത് എന്നും അവന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നും
അവനൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം കിട്ടുന്നുണ്ടോ എന്നും വ്യക്തമായി നമ്മൾ അന്വേഷിച്ചിട്ട് ജനങ്ങളുമായി കൂടി ആലോചിച്ചിട്ട് വ്യക്തമായ നടപടി നമ്മൾ അതിൽ സ്വീകരിച്ചിരിക്കും. അതിലും ആർക്കും ഒരു തർക്കവും വേണ്ട. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചവന് വെള്ളം കൊടുത്തിട്ട് കാര്യമല്ല. മരിക്കുന്നതിന്റെ മുമ്പായിരിക്കണം അവരുടെ തൊണ്ടിലേക്ക് വെള്ളം പാർന്നു കൊടുക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം എന്ന് എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടാകുകയും ചെയ്യണം. കാരണം മരിച്ചതിന് വെള്ളം കൊടുക്കേണ്ടല്ലോ. പിന്നെ നമുക്ക് തോട്, റോഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വലിയ ഹൈടെക് റോഡോ എയർപോർട്ടൊന്നും കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിച്ചില്ല. നമുക്ക് ചാലിന്റെ ഭാഗത്ത് ചെറിയൊരു നടവഴി അത്യാവശ്യമാണ്. പിന്നെ നമ്മളെ ഇവിടുന്ന് കൊടിഞ്ഞിപ്പുറത്തേക്കുള്ള ചെറിയൊരു വഴിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ തെണ്ണഞ്ചേരിന്ന് പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിൻ്റെ ഒരു പ്രശ്നം അവിടെ. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ പഞ്ചായത്തിന്റെ പരിധിയിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ടിയുണ്ട്. പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ 2 കോഴിമക്കളെ 3 പൈറ്റത്തോന്നും കൊടുത്തിട്ടുള്ള ഒരു പണിയൊന്നും നമ്മൾ കണ്ടെത്തിയിട്ട് കാര്യമില്ല. നമ്മളുടെ ഈ അത്യാവശ്യം 10-25 വയസ്സായ ചെറുപ്പക്കാർക്ക് ജോലി ഇല്ലാത്തതാണ്. അത് നമ്മളും വ്യക്തികളും നാടും കൂട്ടമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അതിന് ശക്തമായ ഒരു പോരാട്ടം നടത്തിയിട്ട് നമുക്ക് തൊഴിലില്ലാത്തവന്റെ നേർക്ക് ഒരു തൊഴിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് ആലോചിക്കാം. പിന്നെ ഈ പുഴയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പുഴയിൽ ഏത് കാലത്തും ഈ ചെളിയും മണ്ണും ഈ പഴയതും നിറഞ്ഞു കിടക്കുകയാണ്. അത് ഒരു വ്യക്തിയുടെ ആവശ്യം മാത്രമല്ല, നമ്മളെ ഒരു സമൂഹത്തിന്റെ, നമ്മളെ കൂട്ടായ്മയുടെ, നമ്മളെ നാടിന്റെ, നമ്മളെല്ലാവരുടെയും ഒരു ആവശ്യം. അതിനിപ്പോൾ പഞ്ചായത്തിൽ ഏത് മെമ്പറായാലും ശരി, അത് വ്യക്തമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ പത്രികയിൽ ഈ വെള്ളത്തിൻ്റെ, വീടിൻ്റെ, രോഗത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുള്ളിക്കപ്പുറം അങ്ങാടിയിൽ നമ്മളെ പിള്ളേർക്ക് പഠിക്കാനുള്ള ഒരു PSC കോച്ചിങ് സെന്റർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നമ്മളെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടും പാർട്ടിൻ്റെ വിവിധ ആളുകളും സംഘടനയിലുള്ളതുകൊണ്ട് അവരൊക്കെ ആയിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആ പാനലിൽ ആ വിഷയം വെച്ചത്. അങ്ങനെ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇടപെട്ട് നമുക്ക് ചെയ്യണം. പിന്നെ ഈ 13ാം വാർഡിൽ ജയിച്ചാൽ എന്നതാണ് നമ്മുടെ വിഷയം. ജയിക്കുമെന്ന കാര്യത്തിൽ EK അബ്ദുള്ളക്ക് യാതൊരുവിധ തർക്കവുമില്ല. 10 വർഷത്തേക്ക് 10 വർഷം LDF-ഉം UDF-ഉം ഭരിച്ച സമയത്ത് കോട്ടിത്തെറിഞ്ഞ് നടന്ന ഒരവസ്ഥ EK അബ്ദുള്ളക്കുള്ള സ്വന്തം ഒറ്റയാൾ പടയോട്ടമാണ്. അത് ആര് തന്നെ എതിർത്താലും ശരി, ശക്തമായിട്ട് മുന്നോട്ട് ജനങ്ങളെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ആ ദൗത്യം പൂർത്തീകരിക്കാനാണ് തയ്യാറെങ്കിൽ അത് നടത്തിയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ തോൽവി എന്നൊരു വിഷയം നമ്മളെ അതിശൈവ് പറഞ്ഞ പോലെ ഒരു 4 ആള് കളിക്കുമ്പം ഒരാളെ ജയിക്കുള്ളൂ. അത് 1 മാർക്കിനായാലും ശരി, 1000 മാർക്കിനായാലും ശരി, ജയം ഒന്നും പരാജയം ബാക്കിയുള്ളതായിരിക്കും. അതിലൊന്നും നമുക്ക് തറക്കല്ല. പിന്നെ മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എനിക്ക് യാതൊരു വിഷയവുമില്ല. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് നമ്മളെ സമൂഹത്തിന്, നമ്മളെ കൂട്ടായ്മക്ക്, നമ്മളെ ജനകീയമായ തീരുമാനപ്രകാരം നമുക്ക് ഈ നാടിന് വേണ്ടി വ്യക്തമായ നിലപാടുകൾ സമർപ്പിച്ച് ജനങ്ങളിൽ അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ പരാജയപ്പെട്ടാൽ എന്ന വിഷയം, തോൽക്കുന്ന കാര്യത്തിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ എങ്കിലും 80 വിജയവും 20 പരാജയമായിട്ട് കാണുക. ഇതിന്റെ മുമ്പ് മത്സരിക്കാൻ തയ്യാറായ വ്യക്തിയല്ല. പക്ഷെ സമൂഹത്തിലും നാട്ടിലും പുറനാട്ടിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് എന്താണോ അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയാ, അത് വാർഡിൽ വിജയിക്കപ്പെട്ട മെമ്പറുടെ കൂടെ നമ്മളുണ്ടായിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വളർത്തുന്നവരാ. നിങ്ങൾ ജയിക്കുക വിഭാഗ സംഭാഷണത്തെ പറ്റി
നികുതി സമാഹരണം ഇപ്പോൾ 100% നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തിൽ അത് പിന്തുടരും. ഈ നാട്ടിലെ പ്രവാസികളെ കൂടെ ഉൾപ്പെടുത്തി പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. പദ്ധതികൾ ഇടവൈക്കടവ് കൈത്തുട്ടിപ്പുറായി സൗത്ത് കൊടിയത്തൂർ റോഡ് ബൈപ്പാസാക്കി വിവരപ്പെടുത്തുന്നു. അതിന് എന്തെങ്കിലും പ്രയാസം തടസ്സങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇരുവഴിപ്പുഴയുടെ സൈഡ് കൂടിയുള്ള സ്ഥലത്ത് കൂടി ബൈപ്പാസ് ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇടവൈക്കടവ് സൗഹൃദവൽക്കരണം പൂർത്തീകരിക്കും. നമ്മുടെ നാടിലെ അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ട് പാലക്കോട്ടും പറമ്പ് എള്ളങ്ങൾ റോഡ് വെസ്റ്റ് കൊടിയത്തൂർ റോഡ് വിവരം കൊടുത്തു. വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ആയതുകൊണ്ട് അത് കെട്ടിപ്പോക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു. കല്ലുങ്ങൾ കൊടിപ്പുറം റോഡ് പൂർത്തീകരിക്കും. പുതുക്കൂടിക്കുന്ന് റോഡ് പൂർത്തീകരിക്കും. ഇടവൈക്കടവ് കുളിക്കടവ് നിർമ്മാണം, അമ്പലക്കണ്ടി കുളിക്കടവ് നിർമ്മാണം, കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ പ്രദേശത്തുള്ള വരുമാനം ഉപജീവന മാർഗം മണൽ തൊഴിലായിരുന്നു. അതുകൊണ്ട് മണൽ വാരാൻ നിന്നതുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. സാഹചര്യത്തിൽ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് പുഴയിലെ മണൽ വാരുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കും. ചുള്ളിക്കാപ്പറമ്പ് മുതൽ ഇടവൈക്കടവ് വരെയുള്ള സ്ഥലത്ത് പിഡബ്ല്യുമായി ബന്ധപ്പെട്ട് ഫുട്പാത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. നമ്മുടെ 13ാം വാർഡിലുള്ള ഒരേ ഒരു അംഗൻവാടിയാണ് കയായിക്കൽ. അത് സ്മാർട്ട് ക്ലാസ് പൂർവ്വമാക്കി മാറ്റും. അതുപോലെ നമ്മുടെ വാർഡിലുള്ള സ്കൂൾ കരുത്തുട്ടിപ്പുറായി സ്കൂൾ, അതിന് ഇപ്പോൾ SSK ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് 20 ലക്ഷം രൂപയാണ്. അതിന്റെ പണി തുടങ്ങി കഴിഞ്ഞു. അത് സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റും. വാർഡിലെ ചെറുപ്പക്കാരുടെ ആഗ്രഹം ആയിട്ടുള്ള വെസ്റ്റ് കൊടിയത്തൂരിലെ ഗ്രൗണ്ട് പൂർത്തീകരിക്കും. പ്രളയകാലത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ 13ാം വാർഡ് കൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ചെറുപ്പക്കാരെ ഒക്കെ ഒരുമിച്ച് ദുരിതകർമ്മസേന രൂപീകരിക്കും. പ്രളയ മുൻകരുതലായി ആവശ്യമായ റോഡുകൾ നവീകരിക്കും. സൗജന്യ നീന്തൽ പരിശീലനം നടപ്പിലാക്കും. പഞ്ചായത്ത് റോഡുകൾ ഡ്രെയിനേജ് സംവിധാനം ആവശ്യമായ സ്ഥലത്ത് ഉണ്ടാക്കും. സ്വാതന്ത്ര്യ ചികിത്സാ സംവിധാനം വിപുലപ്പെടുത്തും. നമ്മുടെ വാർഡിലെ ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കും. 13ാം വാർഡിൽ പ്രധാനമായുള്ള കാര്യം കൃഷിയാണല്ലോ. അതിന് പ്രോത്സാഹനം കൊടുക്കും. എല്ലാ വീടുകളിലും മത്സ്യകൃഷി അനുവദിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തും. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കും. എല്ലാ വീടുകളിലും ജൈവകൃഷിക്ക് അനുയോജ്യമായി വേണ്ടിയുള്ള നടത്താനുള്ള ശ്രമങ്ങൾ നടത്തും. കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തും. പച്ചക്കറി വിത്തുകൾ വാർഡിലെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. വാർഡിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കും. വാർഡിൽ സമ്പൂർണ്ണ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കും. കുടുംബശ്രീ അംഗങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും.
പൊതുയിടങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റുകൾ, നമ്മുടെ വാർഡ് പ്ലാസ്റ്റിക് വിമുക്ത വാർഡാക്കി മാറ്റണം. അതുപോലെ നമ്മൾ ജയിച്ചു വരുന്ന വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടിയത്തൂർ അധികാരത്തിലേക്ക് വർഷം ജനങ്ങൾ നിങ്ങളെ മുന്നിൽ വെച്ചിട്ടുള്ള ഈ പ്രകടന പത്രിക എല്ലാ കാര്യങ്ങളും പ്രാബല്യത്തിലാക്കാനുള്ള ആവശ്യമായ നടപടിയും കാര്യങ്ങളും നടത്തും. നമ്മുടെ 5 സ്ഥാനാർത്ഥികൾക്ക് പറയാൻ അവരോട് അന്വേഷിച്ച 5 കാര്യങ്ങൾക്കുള്ള അവരുടേതായ ശൈലിയിലുള്ള ഒരു മറുപടി അവർ തന്നിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് 5 ആൾക്കാർക്ക് ആകെ 10 മിനിറ്റാണ് അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു ചോദ്യം, അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ UDF കാൻഡിഡേറ്റിനോട് UDFന്റെ ഒരാൾക്ക് ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു സംഗതി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഉണർത്താം. അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ LDFന്റെ ഒരു പ്രതിനിധിക്ക് ഒരു കാര്യം ഉണർത്താനുള്ള അവസരമാണ്. അതിന് ഇവിടെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 6 മണിക്ക് നമുക്ക് വേണ്ട ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്പർ 1 ആർക്കെങ്കിലും മിസ്റ്റർ ഷമീറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ഷമീർ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് 1 മിനിറ്റിനകം അവതരിപ്പിക്കാനുള്ള അവസരമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാം. ഹലോ, കാൻഡിഡേറ്റ് ഷമീറിന്റെ ആരെങ്കിലും സംസാരിക്കാൻ അവസരമാണ്. ഉണ്ടെങ്കിൽ കൈപോക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരുണ്ടോ ഷമീർ വിട്ടുപോയിട്ടുള്ള പോയിന്റ്സ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 2. നമ്പർ 2 യൂണിയൻ റിയാസിന്റെ ആരെങ്കിലും? ഞാൻ റിയാസിനോട് പറഞ്ഞതായിരുന്നു, എൻ്റെ മനസ്സിലൊരു സംഗതി, ഇവിടെ കുടുംബശ്രീ അതുപോലെ സംഗമ മൈക്രോ ഫിനാൻസ് പോലുള്ള സംരംഭങ്ങളുണ്ട്. അപ്പോൾ ഫണ്ട് റൈസിങ്ങിന് അത്തരം യൂണിറ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലിശരഹിതമായിട്ടുള്ള ലോണുകൾ അനുവദിക്കാവുന്നതാണെന്നും ആ ലോണുകൾ ഒക്കെ ഉപയോഗിച്ചിട്ട് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, കൃഷി, അതുപോലെ ക്ഷീര കർഷക സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളത് സജഷനായിരുന്നു. നമ്പർ 3 വിനോദൻ. എൻ്റെ സ്ഥാനാർത്ഥി വിനോദേട്ടൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം ഞാൻ ജനങ്ങൾക്ക് വിനോദേട്ടൻ ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും ഇവിടുത്തെ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഈ വാർഡിലുള്ള BJP പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടത്തി കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങൾ ശ്രമിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ 13-ാം വാർഡിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഉന്നയിച്ച കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ആയതുകൊണ്ട് ആരെയും എനിക്ക് പ്രത്യേകം പേരെടുത്ത് വിമർശിക്കണമെന്നില്ല. അതുകൊണ്ട് നിർത്തുന്നു. ഇനി അബ്ദുള്ളയുടെ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാണ്ട്? അബ്ദുള്ള
ഇല്ല. Next one. നമ്പർ ഹാരിസ്. നമ്പർ 5. Okay. രണ്ട് കാര്യങ്ങൾക്കാണ് പറയുന്നത്. ഒന്ന് വിഭവ സമാഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലീസ് പറയാൻ വിട്ടുപോയ കാര്യങ്ങളാണ്. ഒന്ന് നേരത്തെ ആലീസ് മുൻപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രവാസികളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ചുള്ളിക്കാപ്പറമ്പ് പോലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ആ പ്രവാസികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സംരംഭങ്ങൾ, വ്യവസായ സംരംഭം ഒരുപാട് ചെറുപ്പക്കാരുടെ ഉണ്ട്, വിദ്യാഭ്യാസ സമ്പന്നരായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അത്തരം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഭാവനയിലുണ്ട്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് നിങ്ങൾ പോയാൽ അറിയാം, അവിടുത്തെ സ്കൂളുകൾ എന്ന് പറയുന്നത് ലോക നിലവാരമുള്ള സ്കൂളുകളാണ്. ആ രീതിയിലേക്ക് കുറച്ചുകൂടെ സന്മനസ്സുള്ള ആളുകളുടെ സഹായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ നേരത്തെ തന്നെ ആഴ്ച പറഞ്ഞതാണ്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആ രീതിയിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. പിന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ്. വിഭവ സമാഹാരം എന്ന് പറയുമ്പോൾ പണം മാത്രമല്ലല്ലോ, വിഭവ സമാഹാരത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഭക്ഷ്യധാന്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് സ്വന്തമായി കൃഷി ഇറങ്ങിക്കൊണ്ട് അരി വിതരണം ചെയ്തത് കൊടിയത്തൂർ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ആ രീതി ചെറുപാട് റൈസ് കൂടുതൽ രൂപീകരിച്ചുകയും നമ്മുടെ നാട്ടിലെ ഒരുപാട് കർഷകരുണ്ട്. ആ കർഷക ഉൽപ്പന്നങ്ങൾ എല്ലാം സംഭരിച്ചുകൊണ്ട് ഇപ്പൊ ബാങ്കുകൾ ഉള്ളതുപോലെ ഈ നല്ല വിഷരഹിത പച്ചക്കറി നൽകാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ എന്ന് നടത്തുന്നു. പിന്നീട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഫണ്ട് സ്വരൂപം വന്നിട്ട് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഇടപെടൽ നേടിയെടുത്തുകൊണ്ട് കൂടുതൽ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും. പ്രധാനമായിട്ടും ടൂറിസം മേഖല നമ്മുടെ നാട്ടുമ്പുറാണത് ഒരുപാട് സാധ്യതകളുള്ള പ്രദേശമാണ് നമ്മുടെ പ്രദേശം. അതുകൊണ്ട് തന്നെ ടൂറിസം പദ്ധതി അതും നമ്മുടെ നാട്ടിൽ വിഭവ സമാഹാരമാണ്. കാരണം കൂടുതൽ ആളുകൾ ടൂറിസം മേഖലയ്ക്ക് വരുമ്പോൾ കുറെ ആളുകൾ തൊഴിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇരുവഴിപ്പുഴയും ചാലിയാർപ്പുഴയും ഒക്കെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം പദ്ധതി ഞങ്ങൾ ഭാവനയിലുണ്ട്. കാരണം കൊടിയത്തൂർ പഞ്ചായത്തിനകത്ത് പുഴ അതിർത്തി പങ്കിടുന്ന ഏറ്റവും കൂടുതൽ പുഴ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ 13-ാം വാർഡ്. സ്വാഭാവികമായിട്ടും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം പദ്ധതിയും ഞങ്ങൾ ഭാവനയിലുണ്ട്. പിന്നെ ചോദ്യത്തിനും സമയം കിട്ടാൻ പോയത് വർത്തമാന കാലത്തെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടുകളാണ്. വർത്തമാന കാലത്തെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് തൊട്ടറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. ഈ പ്രതിസ്ഥിതി കാലഘട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും APL BPL വ്യത്യാസമില്ലാതെ 80 ലക്ഷം കുടുംബങ്ങൾക്ക് അരി കൊടുത്തത്, ഭക്ഷ്യദാന കിറ്റ് നൽകിയത് നമ്മുടെ ഈ സർക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോകും. സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ, അതുകൊണ്ടാണ് സമയം പറഞ്ഞാൽ തന്നെ തുണിക്കാമായിരുന്നു. എന്നാൽ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. Sorry. Okay, conclude. Thank you. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അടികാലം 2025 എന്നാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് 2025 ഇവർ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഈ 13-ാം വാർഡ് ഏത് രീതിയിലായിരിക്കും ഇവർ വിവാഹം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓഡിയൻസ് എല്ലാം. അപ്പോ നമ്മുടെ 5 സ്ഥാനാർത്ഥികളുടെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള അവസരമായിരുന്നു. ആ 5 സ്ഥാനാർത്ഥികളുടെ 3 പേരുടെ ആൾക്കാർ പ്രതികരിച്ചു. അതിന് പെട്ടെന്നുള്ള ഒരു മറുപ്രതികരണം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒരു മിനിറ്റ് കൊണ്ട് പറയും. വേണ്ടിക്കൊണ്ട് പോയത് ആരതാണ്? അല്ല, ആരംഭിച്ചു. മറുപ്രതികരണം ഉള്ളവർ മതിയല്ലോ. ഹാരിസിനോടല്ലേ പറഞ്ഞത്? ഹാരിസ്. സോറി നേരത്തെ എന്റെ പ്രതിനിധി പറഞ്ഞു ഫണ്ട് സമാഹരണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ നിങ്ങളുടെ സുഹൃത്തി പറഞ്ഞിട്ടുള്ള കാര്യം സംബന്ധിച്ചുള്ള മറുപടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾക്ക് സ്വയം പര്യാപ്തത നൽകിക്കൊണ്ട് അവരുടെ ഫണ്ട് സമാഹരണവും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകും. അതിനുള്ള പ്രൊജക്റ്റുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും മറ്റും മുന്നോട്ട് പോകുന്നത്. നമ്പർ 3
എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് അദ്ദേഹത്തിൻ്റെയും BJP പ്രവർത്തകരുടെയും അനുവാദത്തോടു കൂടി ഞങ്ങൾ ചെയ്യും. താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോൾ ഇനി 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. ഈ പരിപാടിയിൽ നമ്മൾ ഉയർത്തിയിട്ടുള്ള സംശയങ്ങളും നമ്മൾ ഉയർത്തിയിട്ടുള്ള ചർച്ചാ വിഷയങ്ങളും നമ്മൾ ഉയർത്തിയിട്ടുള്ള ചർച്ചകളും 5 സ്ഥാനാർത്ഥികളും അവരുടേതായ കഴിവുകൾ ഉപയോഗിച്ച് അവരുടേതായ സാമർഥ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ സമയം പറയാനുള്ളത്, സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിയുടെ സപ്പോർട്ട് ചെയ്യുന്നവരും സംഘാടകരുമൊക്കെ മികച്ച ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു സൗഹൃദം ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരെയും മാറ്റമായിട്ട് തന്നെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദമാണ്. 2025 നമ്മുടെ വാർഡ് എങ്ങനെയായിരിക്കണം, നമ്മുടെ പഞ്ചായത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഭംഗിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിച്ചു. ആ സഹായത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളായിരുന്നാലും സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകന്മാരാണെങ്കിലും നമ്മൾ ചില കാഴ്ചപ്പാടുകൾ ശ്രദ്ധിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ വിഭവം ഈ പഞ്ചായത്തിൽ ഏകദേശം കുറേ കാലം പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഇതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരെന്ന് പറഞ്ഞാലും നമ്മുടെ ഏറ്റവും വലിയ വിഭവം ഈ ഇരുവഞ്ഞിപ്പുഴയും ചാലിയാർ പുഴയുമാണ്. വിശാലമായിട്ടുള്ള നമ്മുടെ പക്ഷിമഘട്ട താഴ്വരകളാണ് നമ്മുടെ ഏറ്റവും വലിയ വിഭവം. അതോടൊപ്പം തന്നെ മിടുക്കന്മാർ വിദ്യാഭ്യാസ കൽപ്പനകളുമായിട്ടുള്ള യുവതയടക്കം 29,000-ഓളം വരുന്ന ജനസംഖ്യയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. പ്രൗഢമായിട്ടുള്ള ഒരു ചരിത്രം കൊടിയത്തൂർ പഞ്ചായത്തിനുണ്ട്. അതേപ്രകാരം നമ്മൾ നോക്കി പുഞ്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള കൃഷിസ്ഥലങ്ങൾ കൊടിയത്തൂർ പഞ്ചായത്തിനുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള, ഇതെല്ലാം ഒരു വിരലുകളാക്കിക്കൊണ്ട് ഒരു കൈ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ ആര് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ചുമതല. ആര് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ പരാജയപ്പെട്ടയാൾ ആരാണോ വിജയിക്കുന്നത്, ആ വിജയിക്കുന്നവരുടെ കൂടെ എല്ലാ നന്മകൾക്കും വേണ്ടി പിന്നിൽ നിന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാൻ സാധിക്കണം. ആ ഒരു വിശാലമായിട്ടുള്ള ഹൃദയമായിരിക്കണം, വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കണം ഇനി മുതൽ നിങ്ങൾ 5 ആളിലും ഉണ്ടാകേണ്ടത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. ഇതാണ് ഒരു ഗ്രാമത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്തി. നന്മ നിറഞ്ഞിരിക്കുന്ന മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലും സന്തോഷങ്ങൾ പൂക്കും. അത് പൂക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തന പൂന്തോട്ടത്തിൽ 1000 പൂക്കൾ വിരിക്കാൻ ഈ ഒത്തുകൂടൽ കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതിന്റെ ക്രോഡീകരണം നടത്താൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ബാബുവിനോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സംഘാടകർക്ക് ചെറിയ അഭിപ്രായം, പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചോദിക്കണം എന്നുള്ളത് കൊണ്ട് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ചുരുക്കിയിട്ടായിരിക്കണം ചോദിക്കേണ്ടത്. ആരും നല്ല വിശാലമായിട്ട് ചോദിക്കണം. ആ നിർദ്ദേശമാണ് ചോദിക്കുന്നത്. സംഘാടകർ പറഞ്ഞതിനനുസൃതമായിട്ട് ഞാൻ പറയുകയാണ്. സോറി, നിർദ്ദേശമാണ്. എന്തെങ്കിലും വിശാലമായ നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള നിർദ്ദേശം ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കണം. ആർക്കെങ്കിലും പെട്ടെന്നുണ്ടെങ്കിലും നിർദ്ദേശം പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. 13-ാം വാർഡിലുള്ള ആളായിരിക്കണം. ആർക്കാണ് സെൻട്രൽ ആളുകൾ? ആരെങ്കിലും ചോദ്യങ്ങളോ വിഷയങ്ങളോ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ വാർഡിന്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് എന്താവണം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം.
പ്രിയമുള്ളവരെ, കഴിഞ്ഞ നമുക്കറിയാം 5-6 വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്തിൻ്റെയും നാടിൻ്റെയൊക്കെ വലിയ വരുമാന സ്രോതസ്സായിരുന്ന മണൽ മേഖല നിന്നുപോയിട്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിണിത ഫലമെന്നോണം നമുക്ക് 2 പ്രളയങ്ങൾ ഇവിടെ ഉണ്ടായി. അതിൻ്റെ വലിയ അനുഭവസ്ഥരാണ് നമ്മുടെ 11-ാം വാർഡ് മുഴുവനായി. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ അതിനു വേണ്ടി ഇനി ഒരു പ്രളയം ഇല്ലാതിരിക്കാൻ വേണ്ടി അതിന് വേണ്ട വലിയ മുൻകരുതലുകൾ ചെയ്തതിൻ്റെ കൂട്ടമായിട്ടാണ് ഇതിൻ്റെ മണൽ ഓഡിറ്റ് നടത്തപ്പെട്ടുകൊണ്ട് ഏതെല്ലാം പുഴകളിൽ മണലുണ്ടെന്ന് വ്യക്തമായിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങളൊക്കെ നടത്തി വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചാലിയാർ പഞ്ചായത്തിൽ തന്നെ വാഴക്കാട് പഞ്ചായത്തിൽ മണൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഡർ വരെ എന്ന് പറഞ്ഞാൽ മണൽ കൊണ്ട് പ്രളയം ഇല്ലാതിരിക്കുക എന്ന, അതായത് മണലും ചളിയും അടിഞ്ഞുകൊണ്ട് ഇനിയൊരു പ്രളയത്തെ ഇല്ലാതിരിക്കാൻ വേണ്ടി അത് വാരി ഒഴിവാക്കുക എന്ന രീതി പഞ്ചായത്ത് അതിനു വേണ്ടി ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വരുമാന മാർഗം കൂടി പഞ്ചായത്തിനും ആ പ്രദേശത്തിനും ലഭിക്കും. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, സാധാരണ നമ്മുടെ 2 മുന്നണികളാണ് നമ്മുടെ കുടിയത്തൂർ പഞ്ചായത്തിൽ ഭരിച്ചുകൊണ്ടത്. അടുത്ത ചോദ്യത്തിന് പ്രസക്തിയില്ല, കാരണം ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആരും ഇവിടെയില്ല, നിർദ്ദേശങ്ങൾ മാത്രമേ. അപ്പം ഇതിനു വേണ്ടി ഈ മണൽ ഓടിത്ത് തൊട്ടടുത്ത വാഴക്കാട് പഞ്ചായത്തിൽ അതിന് അനുമതി നൽകിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തിലെ തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ പ്രളയം ഒരുപോലെ ബാധിക്കുന്ന നമ്മുടെ പ്രദേശത്തിന് രക്ഷിക്കുന്നതിന് വേണ്ടി ഈ കൊടിയത്തൂർ പഞ്ചായത്തിലും അതിനുള്ള അനുമതി നൽകുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്ന ഒരു നിർദ്ദേശം മാത്രം. നിർദ്ദേശങ്ങൾ മതിയില്ല. നിങ്ങൾ 5-ൽ ഒരാൾ ഈ 13-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ 13-ാം വാർഡിലെ മൊത്തം ജനങ്ങളുടെയും മെമ്പർ ആയിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ്. ഒരു പാർട്ടിയുടേതോ മറ്റോ ആകാം. അപ്പൊ നമ്മൾ ക്രോഡീകരണത്തിൽ ബാബുവിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഡോക്യുമെന്റേഷൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് ക്രോഡീകരണം വായിക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ക്രോഡീകരണം നമുക്ക് നമ്മുടെ ഔദ്യോഗികമായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആ അജണ്ട അവസാനിപ്പിക്കുകയാണ്. ഈ മസ്താനിക്കുള്ള ചടങ്ങിൽ നന്ദി പ്രകടനം നടത്താൻ വേണ്ടി ശ്രീ ഗുലാം ഹുസൈൻ കൊളക്കാട് അവരുടെ സവിനയം ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററാണ് ഗുലാം ഹുസൈൻ. വളരെ നല്ല ഒരു ഡിബേറ്റാണ് നമ്മുടെ ചെറുവാഴിയുടെ സുന്ദരമായ കാലാവസ്ഥയിൽ, നമ്മുടെ സൗഹാർദ്ദത്തിന്റെ കാലാവസ്ഥയിൽ യാതൊരുവിധ അവസരങ്ങളുമില്ലാതെ നമ്മുടെ നാടിന്റെ വികസനത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡിബേറ്റാണ് നടന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ആദ്യം നമ്മളോട് നന്ദി പറയുകയും അതിന് മുമ്പ് കൂടുതലായിട്ട് നിർദ്ദേശങ്ങൾ സ്ഥാനാർത്ഥി ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. നിങ്ങൾ 5 പേരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെമ്പർമാരാണ്. നിങ്ങളെ ഭൂതകാലം ഞങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഭൂതകാലം എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഈ 5 ആൾ മെമ്പേഴ്സ് ജയം തോൽവിയെ പിന്നീട് തീരുമാനിക്കുക. നിങ്ങൾ ജയിച്ച് വന്ന് മെമ്പറായി കഴിഞ്ഞാൽ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ സംയുക്തമായിട്ട് ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ അവതരിപ്പിക്കുക. ഒന്ന്, നമുക്ക് ഒരു ബൈപ്പാസ് നിർബന്ധമാണ്. ചെറുവാടിയെ സംബന്ധിച്ച് ചുള്ളിക്കാപ്പറമ്പിന്റെ വികസനം എന്ന് പറഞ്ഞാൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ടൗണാണ് ചുള്ളിക്കാപ്പറമ്പ്. അവിടുത്തെ ഗതാഗത, അവിടുത്തെ യാത്രാ പ്രശ്നങ്ങളും കച്ചവട പ്രശ്നങ്ങളും ഒക്കെ എല്ലാ ദിവസവും നമുക്ക് ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരു ബൈപ്പാസ് നിർബന്ധമായിട്ട് ഈ കൊടിയത്തൂർ പഞ്ചായത്തിൽ കൊണ്ടുവരാനുള്ള സംവിധാനം നിങ്ങൾ 5 പേരും ജയിച്ചാൽ നിങ്ങളത് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത്. ഇത്രയും വലിയൊരു അങ്ങാടിയാണ് ചെറുവാടിയിൽ. 5-10 ഏരിയയിൽ ഉള്ള ഒരു അങ്ങാടി കൊടിയത്തൂർ പഞ്ചായത്തിന്റെ എന്തെങ്കിലും ഒരു സ്ഥാപനം കൂടി ചെറുവാടി ചുള്ളിക്കാമ്പയില്ല. കൊടിയത്തൂർ പഞ്ചായത്താണ് ചുള്ളിക്കാപ്പറമ്പ് എന്ന് അറിയാൻ പറ്റിയ ഒരു സ്ഥാപനം ചുള്ളിക്കാമ്പയില്ല. അതുകൊണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് നിർബന്ധമായിട്ട് ചുള്ളിക്കാപ്പറമ്പ് സ്ഥാപിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ
രാവിലെ നിങ്ങൾ ഒരു 5 മണിക്ക് എണീറ്റ് അറിയാം, ആണ് പുരുഷനും സ്ത്രീകളും റോഡ് നടത്താണ്. ഈ നടക്കാനുള്ള ഒരു നടപ്പാത റോഡ് സൈഡിൽ ഒരു ഈ പുറത്തിട്ട് വരുന്ന സ്ത്രീകളാവും വാഹനത്തിൽ കാണാൻ കഴിയാത്തവരുണ്ട്. അതുകൊണ്ട് നടപ്പാത അടിയന്തരമായിട്ട് നിർവഹിക്കണം, ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്യണം. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ 5 ആളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അഴിമതി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതാരങ്ങൾ ചർച്ച ചെയ്തത്. ഈ അഴിമതിയിൽ ഒരു നിലക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമാണ് അക്കാര്യത്തെ പറ്റി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്ത് എൻ്റെ അഭിപ്രായത്തിൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ എടുത്തു നോക്കാൻ ഏറ്റവും സമ്പന്നമായ പഞ്ചായത്താണ്. സാമ്പത്തികമായിട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പഞ്ചായത്താണ്. പക്ഷെ നമ്മളെ പഞ്ചായത്ത് ഏറ്റവും പരാജയമാണ്. സാമ്പത്തികമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ്. അത് മാറ്റിയെടുക്കാനുള്ള ഇവിടെയുള്ള വിവാഹ സമാഹരണം കൊടിയത്തൂർ പഞ്ചായത്തിന്റെ ഉന്നതമായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിക്കൊണ്ട് പഞ്ചായത്തിനെ മുതൽക്കൂട്ടിലേക്കാക്കി മാറ്റാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ കണ്ടറിഞ്ഞ് ആത്മാർത്ഥമായി സംഘടനാപരമായിട്ടുള്ള മറ്റുള്ള വകുപ്പുകൾ മാറ്റി വെച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ നാടിന്റെ വികസനം വേണ്ട ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് നാടിന് നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വഴിയുടെ ശുചീകരണം, കുടിക്കടവ്, റോഡിന്റെ വികസനം, അതുപോലെ ഇത് പറയുന്നുണ്ടല്ല, ഈ റോഡൊന്ന് വീതി കൂട്ടിയിട്ട് ഒഴിലേക്ക് ചാടിക്കുന്ന സംവിധാനം, ഒരു റോഡ് നോക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് കട്ടപ്പുറം ചെറുവാടി ബൈപ്പാസ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. കൊടിയത്തൂർ പഞ്ചായത്തിന്റെ ഫണ്ട് ആവശ്യത്തിന് ഗ്രാമസഭയിൽ നിന്ന് ഇത് പാസ്സാക്കി എവിടെയാണോ ഫണ്ടില്ല കേന്ദ്രത്തിലേക്ക് സംസ്ഥാനത്തിലേക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്ത ഫണ്ട് കിട്ടും. ഇവിടെ കടന്ന് ഇവിടെ മാത്രം നിങ്ങളെല്ലാം ഫണ്ട് മാത്രം ഉപയോഗപ്പെടുത്താറ് ഫണ്ടുകൾ കണ്ടെത്താറുള്ള മാർഗം നിങ്ങൾ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മീറ്റിംഗിനും നന്ദി പറയാനുള്ള അവസരം നൽകുകയാണ്. കൂട്ടായ്മ അടയാളം 2025 എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് അവസരം തന്ന 2 കൂട്ടായ്മകൾക്കും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന നാട്ടിലെ നല്ലവരായ വോട്ടർമാർക്കും അതോടൊപ്പം തന്നെ ഇതിന് സംഘാടകരായ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അടയാളം സംഘാടകർ, എൻ്റെ ഇഷ്ട വാർത്തകൾ, ആദ്യമായി തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി തന്ന മാവൂർ കൗൺസിലും ഇടവകളും ജനകീയ സമിതിക്കും എന്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു. കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ തീർത്തും ഞങ്ങളിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കുകയോ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകി നല്ലൊരു പിന്തുണയും മറ്റും നൽകി ഇത്രത്തോളം നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും മറ്റുവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതുപോലെ സംവാദം സംഘടിപ്പിച്ച അടയാളം കൂട്ടായ്മ വളരെ നല്ല ഒരു മഹനീയമായ സാന്നിധ്യം പരിപാടിക്ക് ഈ 13 വാർഡ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിളിച്ചു ഒരുമിച്ച് സംസാരിച്ച് ജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളിൽ നിന്നുള്ള ഓരോ വാഗ്ദാനങ്ങളും ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു സാന്നിധ്യത്തിന് വഴി തെളിച്ച എല്ലാവർക്കും സ്ഥാനാർത്ഥികളുമായി പങ്കെടുക്കാമെന്ന പരിപാടി സംഘടിപ്പിച്ച ഇവരുടെ കൂട്ടായ്മകളും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ ഇതേമാതിരി തന്നെ 14-ാം വാർഡിൽ 4 മണിക്ക് 14-ാം വാർഡ് സ്ഥാനാർത്ഥികൾ സമ്മേളനം നടക്കുകയാണ്. ചെറുവാടി ഏരിയയിലുള്ള 11, 12, 13, 14 15 കൂടി ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ 15 നടത്താൻ കഴിയാത്ത പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് കൊറോണ വിഷയം അനുവദിക്കില്ല. അതുകൊണ്ട് ഈ നാളെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. നാളെ 4 മണിക്ക് കൃത്യം KG ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. മഴ ആയതുകൊണ്ടാണ് ഹാളിലേക്ക് മാറ്റുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും ഇത് പങ്കെടുത്ത എല്ലാവർക്കും ഇത് സഹകരിച്ച ജനകീയ കൂട്ടായ്മയുടെ കരുത്തരായ സാരഥികൾ ദേവി അടക്കം ആരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും ഒരേ ഘടകത്തിൽപ്പെട്ട ആളുകളാണ്. എല്ലാ
എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അഭിവാദ്യം. ജയ് ഹിന്ദ്.